Hi, hello, welcome back to SP Future. You are listening to സാദിഖ് പള്ളിക്കൽ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സിലേക്കാണ് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് അല്ലേ. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് വേർഡ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ അതുപോലെ തന്നെ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സുകളുടെ നോട്ട്സുകളും വിത്ത് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസിലൂടെ, സിമ്പിളായിട്ടുള്ള വേർഡ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നതായിരിക്കും, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഞാനിനി നമ്മുടെ ചാപ്റ്ററിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണ്. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിനേക്കാളും വളരെ ഈസിയർ ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഓക്കെ, സത്യമാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം +1 ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ഒരുപാട് ടാസ്ക് ആയിരുന്നു. നമ്മൾ എന്താണ് ബിസിനസ് എന്ന് പഠിച്ചു, പിന്നെ ബിസിനസ്സിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എത്ര ടൈപ്പ് ഓഫ് ബിസിനസ്സുകളുണ്ട്, എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുക, എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോവുക, എങ്ങനെയാണ് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ബിസിനസ്സുകൾ ഇങ്ങനെ കുറേ വാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു, നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുണ്ടായിരുന്നു. ബട്ട് ഇവിടെ +2 ബിസിനസ് സ്റ്റഡീസിലേക്ക് വരികയാണെങ്കിൽ ഇതൊന്നുമില്ല. ഇവിടെ നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, +2 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയറാണ്. ഓക്കെ, സോ ഞാൻ എല്ലാവരും ഒന്നും കൂടെ വെൽക്കം ചെയ്യണം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിന് എന്താണ്, ചാപ്റ്റർ 1 നാച്ചുർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് അല്ലേ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ പബ്ലിക് എക്സാമിന് 7 മുതൽ 8 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പോൾ മനസ്സിലായോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ അത് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള നോട്ടുകളും കാര്യങ്ങളുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. നോട്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിലേക്ക് എത്തും. സോ ഞാൻ നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നോട്ട്സ് വേണ്ടവർക്ക് അങ്ങനെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാനിനി ക്ലാസ്സിലേക്ക് കടക്കാണ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളൊരു ഭാഗമാണ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഡിഫൈൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാനിവിടെ തന്നിട്ടുള്ള ഈ ഒരു 2 ലൈനിലുള്ള ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ 2 വ്യക്തികളുടെ ഡെഫിനിഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. അക്കോർഡിംഗ് ടു പീറ്റർ എഫ് ഡ്രക്കർ, ആദ്യം നമുക്ക് പീറ്റർ എഫ് ഡ്രക്കർ ഇട്ട് നോക്കാം. പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ള എന്താണ്, സിമ്പിളായിട്ടാണ് പുള്ളിക്കാരൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് വാട്ട് എ മാനേജർ ഡസ്. ഒരു മാനേജർ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ പീറ്റർ ഡ്രക്കർ പറഞ്ഞത്. സിമ്പിളാണ്, ഒരു മാനേജറായിട്ട് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നോ അതാണ് എന്ത്, മാനേജ്മെൻറ്റ്. സിമ്പിളായിട്ട് അല്ലേ, ഒരു ജെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ആരുണ്ട്, നമ്മുടെ മേരി പാർക്കർ ഫോളറ്റ് ഉണ്ട്. പൊതുവെ ലേഡീസിനൊരു സ്വഭാവം ഉണ്ട്, എന്താണ് എല്ലാം കൂടുതലായിട്ട് പഠിക്കാൻ അവർ ആഗ്രഹിക്കുള്ളൂ അല്ലേ. പുള്ളിക്കാരി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ പീറ്റർ എഫ് ഡ്രക്കർ എന്താ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഒരു മാനേജർ എന്താണോ ചെയ്യുന്നത് അതാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ മേരി പാർക്കർ ഫോളറ്റ് ആ മാനേജർ ചെയ്യുന്നത് എന്താണോ അതവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്താണ്, അതൊരു കലയാണ്. എങ്ങനത്തെ കല, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ള വ്യക്തികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കലയാണ് എന്ത്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വ്യക്തികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് നേടിയെടുക്കുന്ന റിസൾട്ട് നേടിയെടുക്കുന്ന ഒരു കലയാണ്. സിമ്പിളല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു അല്ലേ. സിമ്പിളല്ല മക്കളെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ നോട്ട്സും ഭാഗങ്ങളും ക്ലിയർ ആയിട്ടില്ലേ. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഭാഗം എന്താണ്, ഈ ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് വരാറുള്ള നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് അല്ലേ. ഏതൊരു മാനേജർ, നമ്മൾ മാനേജ്മെൻറ്റ് ഓൾറെഡി പഠിച്ചില്ലേ, മാനേജർ
വർക്കേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് കിട്ടുന്ന സംഭവമാണ് മാനേജ്മെൻറ്റ്. നമ്മൾ പഠിച്ചു. സോ അവിടെ പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് ആണല്ലോ അല്ലേ? അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് എന്ത്? മാനേജ്മെൻറ്റ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാം? ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണെന്ന് പറയാം അല്ലേ? ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ. മാനേജ്മെൻറ്റ് എന്താണ്? യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടറാണ്. മാനേജ്മെൻറ്റ് എന്താണ്? യൂണിവേഴ്സലാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൾ ലെവൽസ്. നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് എന്തെന്ന് പറയാം? ഇറ്റ്സ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ ആണെന്ന് പറയാം. നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഇത് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ എന്ന് പറയാം. ഓക്കെ. ദെൻ അടുത്ത മൂന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ് പറയുന്നത്? മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസും ഉണ്ട് അല്ലേ? അഥവാ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം മാനേജ് ചെയ്യുന്നതല്ല. എന്താണ്? അതിൽ കൂടുതൽ മൾട്ടിയാണ്, രണ്ടെണ്ണത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? മാനേജ്മെൻറ്റ് ഓഫ് വർക്കുകളെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾസിനെ അഥവാ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ഉണ്ടാകുന്ന ടാസ്കുകളെ മാനേജ് ചെയ്യുന്നത്. ഇങ്ങനെ 3 സാധനങ്ങൾ മാനേജ് ചെയ്യുന്നതിനെ കൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടി ഡയമെൻഷണൽ എന്ന് വിളിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് മൾട്ടി ഡയമെൻഷണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്സ്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4ാമത്തത് പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ, മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മളൊരു മാനേജർ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ലക്ഷ്യം നേടിയെടുത്ത് കഴിഞ്ഞാൽ അയാളെ പണിയിൽ നിന്ന് പിരിഞ്ഞു പോവോ? ഇല്ല, അയാൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് അയാൾ പിന്നീടും വർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ അതാണ് 2ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. 4ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നതാണ് മാനേജ്മെൻറ്റ് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്താണ്? ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഓക്കെ അല്ലേ? ഡൗട്ടുകളൊന്നുമില്ലല്ലോ. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. സിമ്പിളാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഓൾറെഡി. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജർ വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ മാനേജറും വർക്കേഴ്സും ഒരു കൂട്ടം ആൾക്കാരായി. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാം? ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റും അല്ലേ? മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ദെൻ അടുത്ത എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഡൈനാമിക് ഫങ്ഷനാണ്. എന്താണ് ഡൈനാമിക് എന്ന് പറഞ്ഞ മക്കളായി? ഫ്ലെക്സിബിൾ എന്നാണല്ലോ മീനിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് പ്രകാരം മാനേജർ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? മാനേജർ അതിന് അക്കോർഡിംഗ്ലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡിസിഷൻസിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണ പീരീഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പല കമ്പനികളും പൂട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ പല കമ്പനികളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ സെറ്റ് ചെയ്ത തിയറിയിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാതായി പോയതുകൊണ്ടായിരുന്നിരിക്കാം അവർക്ക് എന്തുണ്ടായിട്ടുള്ളത്? ലോസ് ഉണ്ടായിട്ടുള്ളത്. അവർ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അവിടെ നല്ല രീതിയിലൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ബിക്കോസ് മാനേജ്മെൻറ്റ് എന്താണ്? ഡൈനാമിക്കാണ്. നമുക്ക് സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ദെൻ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊട്ടറിയാനോ പറ്റാത്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാനോ പറ്റാത്തൊരു സംഭവമാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തൊട്ടറിയാനോ അല്ലെങ്കിൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു ഫോഴ്സാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്? ഇല്ല അല്ലേ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതെന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയുന്നു? ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ല മക്കളെ? സോ ഇത്രയാണ് എന്ത് വരുന്നത്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. മാനേജ്മെൻറ്റ് ഡെഫിനിഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റും പഠിച്ചു. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകളിൽ പെട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് 3 ഒബ്ജക്റ്റീവ്സുകളാണുള്ളത്. അത് ഒരു മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്,
സോഷ്യൽ ഒബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് അല്ലേ? 3 ഒബ്ജക്റ്റീവ്സുകളാണ്. ഇപ്പോഴേ പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് 3 ഓർഗനൈസേഷണൽ, സോഷ്യൽ ആൻഡ് പേഴ്സണൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നോക്കാം. നോക്കിക്കോ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്താണ്? ഓർഗനൈസേഷൻ അല്ലേ? അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒബ്ജക്റ്റീവ് ആയിരിക്കും. നോക്കൂ നിങ്ങൾ, മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ആൻഡ് അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് എന്താണ്? ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്യാനും അത് നേടിയെടുക്കാനും എന്താണ് നിർബന്ധിതരമായിട്ടുള്ള ആൾക്കാരാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഉത്തരവാദിത്വപ്പെട്ടവരാണ് ആണ്. ദെൻ അവരുടെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? അവർക്ക് പ്രധാനമായിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സുകളായിട്ട് 3 വരുന്നത്. ഏറ്റവും ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവോടെ നോക്കുക, എന്താണ്? സർവൈവലാണ്. എന്താണ്? സർവൈവൽ ഫസ്റ്റത്തെ. ഒരു ബിസിനസ് സ്ഥാപനം ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണോ നോക്കുക? അല്ല, ഒരിക്കലും അല്ല. അവരെന്തിനാണ് ട്രൈ ചെയ്യുക? എങ്ങനെയെങ്കിലും മാർക്കറ്റിലൊന്ന് പിടിച്ച് നിൽക്കാനല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാനേജറുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ എന്താ പറയുക? മാനേജ്മെൻറ്റ് മസ്റ്റ് സ്ട്രൈവ് ടു എൻഷുർ ദ സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു കമ്പനി സർവൈവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ത് മാനേജറുടെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്? പ്രോഫിറ്റാണ്. അഥവാ മാനേജർ ഇപ്പം നമ്മുടെ കമ്പനിക്ക് അത്യാവശ്യം നല്ല എന്തുണ്ട് ഒരു സർവൈവൽ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാനേജർ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഹാസ് ടു എൻഷുർ ദ ഓർഗനൈസേഷൻ മേക്സ് റീസണബിൾ പ്രോഫിറ്റ് ഓർ നോട്ട്. സ്ഥാപനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? സർവൈവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കണം? പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം എന്ത് ഫോക്കസ് ചെയ്യേണ്ടത്? മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇനി നമ്മുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്? ഗ്രോത്താണ് അല്ലേ? ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക? സ്ഥാപനം വളർന്നു വരിക അല്ലേ? അപ്പോൾ അടുത്തെന്താണ് പറയുന്നത്? മാനേജ്മെൻറ്റ് മസ്റ്റ് എക്സ്പ്ലോയിറ്റ് ഫുള്ളി ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനം പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം? ഫുൾ ഗ്രോത്ത് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനെ ബിസിനസ് സ്ഥാപനത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റീസിനാണ് നമ്മളെന്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 ഏതൊക്കെയാണ്? ഒന്ന് സർവൈവലാണ്, രണ്ടാമത്തെ പ്രോഫിറ്റാണ്, മൂന്നാമത്തെ ഗ്രോത്താണ്. ഇത് ഈ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. സർവൈവൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനം ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യേണ്ടത് മാർക്കറ്റിൽ. രണ്ടാമത് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം? റീസണബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ റീസണബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ട്രൈ ചെയ്യേണ്ടത്? മാനേജ്മെൻറ്റ് മസ്റ്റ് ട്രൈ ടു എക്സ്പ്ലോയിറ്റ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. എങ്ങനെയൊക്കെ കമ്പനിക്ക് വളരാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്ത് കൊടുക്കണം? റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് എന്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സുകളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? 3 ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ 3 ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതാണ് എന്ത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? മാനേജ്മെൻറ്റിന് സൊസൈറ്റിയോട് പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലേ? ഇതിന് നോക്കൂ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ ടുവേർഡ്സ് ദ സൊസൈറ്റി. സൊസൈറ്റിയോട് മാനേജ്മെൻറ്റിന് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടുള്ള എന്തൊക്കെയാണ്? സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിലെന്തൊക്കെ പെടുന്നുള്ള നോക്കിക്കോ നിങ്ങൾ. എന്തൊക്കെ പെടാം? പ്രൊവൈഡിങ് ക്വാളിറ്റി ഗുഡ്സ് ടു കൺസ്യൂമർ അറ്റ് റീസണബിൾ പ്രൈസ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ റീസണബിൾ ആയിട്ടുള്ള അഥവാ ന്യായമായ വിലക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുക. ദെൻ രണ്ടാമത് പറയുന്നതാണ് യൂസിങ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓൺലി. എന്താണ്? എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡുകൾ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? അല്ലാതെ നമ്മൾ സാധനം ഉണ്ടാക്കിയിട്ട് ഇതൊന്നും മലിനമാക്കുന്ന രീതിയിലുള്ളത് ആവരുത്. ദെൻ പിന്നെ പറയുന്നത് എന്താണ്? ഗിവിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുക? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം വരുന്നതിന് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുക? ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. പിന്നെയോ പ്രൊവൈഡിങ് ബേസിക് കമ്മ്യൂണിറ്റീസ് ലൈക്ക് ഹോസ്പിറ്റൽ, സ്കൂൾസ്, പാർക്ക് എക്സെട്ര ടു ദ എംപ്ലോയീസ് ആൻഡ് ജനറൽ പബ്ലിക്. അല്ലേ? അതെന്താണ്? മറ്റൊരു ഒബ്ജക്റ്റീവാണെന്ത്?
നമ്മുടെ കമ്പനി വളരുന്നതോടുകൂടി നമ്മുടെ എംപ്ലോയീസിന് നല്ല നല്ല സേവനങ്ങൾ കൊടുക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കമ്പനികൾക്കൊക്കെ അത്യാവശ്യം നല്ല വെൽഫെയറുകൾ നടത്തി കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, പല കമ്പനികളും എന്ത് ചെയ്യാറുണ്ട്, പാർക്കിലേക്കൊക്കെ ചെയേഴ്സ് സ്പോൺസർ ചെയ്യാറുണ്ട്, അതേപോലെ ഹോസ്പിറ്റലുകളിലേക്ക് ആംബുലൻസുകൾ സ്പോൺസർ ചെയ്യാറുണ്ട്, അല്ലേ? ഇതൊക്കെ അവർ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടോ? ഉണ്ട്. ബിക്കോസ് അവർ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണെന്ത് അടുത്തൊരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പിന്നെ പറയുന്നത് എന്താണ്? പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ടു ദ ഗവൺമെൻറ്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഒബ്ജക്റ്റീവാണെന്ത്? എന്താണ്? ഗവൺമെൻറ്റിന് പക്ക കറക്റ്റായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക? ടാക്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സുകൾ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട സോഷ്യൽ ഒബ്ജക്റ്റീവ്സുകളായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പറയാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. മിനിമം ഈ ഒരു 5 പോയിൻറ്റ്സുകൾ നിങ്ങൾ ഏതിൽ പഠിച്ചിരിക്കണം? സോഷ്യൽ ഒബ്ജക്റ്റീവ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ദെൻ ഇനി നമ്മുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ഏതാണ്? പേഴ്സണൽ ഒബ്ജക്റ്റീവ്, അല്ലേ? നമ്മൾ 2 പറഞ്ഞു, ഓർഗനൈസേഷനിലും പറഞ്ഞു, അതുപോലെ തന്നെ പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? സോഷ്യലും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സുകളാണ്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് എന്നുള്ളതല്ലേ. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ഒബ്ജക്റ്റീവ് ടു ബി ഡിറ്റർമൈൻഡ് വിത്ത് റെസ്പെക്ട് ടു എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. കമ്പനിയിലുള്ള എംപ്ലോയീസിനോട് മാനേജ്മെൻറ്റിനുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണോ അതാണ് നമ്മളിവിടെ പറയുന്നത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. നോക്കിക്കോ, എന്തൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്? നോക്കിക്കേ, ഗിവിങ് ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ, അല്ലേ? എന്ത് ചെയ്യുക? വർക്കേഴ്സിന് അവർ വർക്ക് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള റെമ്യൂണറേഷൻ എന്ത് കൊടുക്കണം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. വേണ്ടേ? വർക്കേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ അവർക്ക് കിട്ടണം, അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അല്ലേ? നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ വർക്കേഴ്സിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. സോ അവർ വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്, പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെയോ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡിങ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ്. പിന്നെ വർക്കേഴ്സിന് നമ്മുടെ സ്ഥാപനത്തോടൊരു കൂറുണ്ടാവുന്ന മറ്റൊരു കാര്യമാണ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സിനെ ബാധിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ആരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക? വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക ഡിസിഷൻ മേക്കിങ്ങിൽ. അങ്ങനെ ആകുമ്പോൾ വർക്കേഴ്സിന് ഒരു സെൻസ് ഓഫ് ഫീലിംഗ് ഉണ്ടാവുന്നത് നമ്മളെയും ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സെൻസ് ഓഫ് ഫീലിംഗ് ഉണ്ടാവും. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാത്രമല്ല എബോവ് സാലറിക്ക് പുറമെ എന്തും കൂടെ കൊടുക്കുക, നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്നൊരു പോർഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വർക്കേഴ്സിനെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ എന്തുണ്ടാവും? നമ്മുടെ സ്ഥാപനത്തിൽ താല്പര്യം ഉണ്ടാവുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ പോരാ, വർക്കേഴ്സിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണം? അവർ കൊടുക്കണം. ഒരു ട്രെയിനിങ് കിട്ടി അവർ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് തന്നെയാണ് മെച്ചം? നമ്മളെ കമ്പനിക്ക് തന്നെയാണ് മെച്ചം, അല്ലേ? നമ്മളെ കൂടുതലായിട്ട് നല്ല നല്ല ബെനിഫിറ്റ് നമ്മളെ കമ്പനിക്ക് വരാൻ പറ്റും. സോ അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? മാനേജ്മെൻറ്റ് അവർക്ക് ട്രെയിനിങ്ങും മറ്റ് ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസുകളും എന്ത് ചെയ്ത് കൊടുക്കുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അഞ്ചാമത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഹാസ് ടു റീകൺസിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ടു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഫോർ ഹാർമോണി ഇൻ ഓർഗനൈസേഷൻ. എന്ത് ചെയ്യണം? വ്യക്തികളുടെ ഒബ്ജക്റ്റീവ്സുകളും അതുപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവുകളും എന്ത് ചെയ്തുകൊണ്ടാണ് ഹാർമോണി, തുല്യമായിട്ടുള്ള രീതിയിൽ കലഹങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ വർക്കേഴ്സിന് അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആരും ഉറപ്പുവരുത്തണം? മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 3 ടോപ്പിക്കുകളാണ്. എന്തൊക്കെയാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു, അല്ലേ? സിമ്പിളായിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ നോട്ട്സുകൾ വേണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ്